വർക്കലയിൽ അമ്മയും മകളും റിക്കവറി വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ വാഹന ഡ്രൈവർ ഒളിവിൽ അമിത വേഗവും ഡ്രൈവർ മദ്യപിച്ചതുമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കല പേരേറ്റിൽ ജംഗ്ഷനാണ്. ഇവിടെയാണ് ഇന്നലെ റിക്കവറി വാഹനമിടിച്ച് അമ്മയും മകളും മരിച്ച് ദാരുണാന്ത്യമുണ്ടായത്. ഇവിടെ ഈ കാണുന്ന ക്ഷേത്രത്തിലാണ് ഇന്നലെ ഉത്സവം ഉണ്ടായത്. ഈ ഉത്സവം കഴിഞ്ഞ് ഇവിടുത്തെ ആളുകൾ കൂട്ടമായി നടന്നു വരുന്നൊരു സമയമായിരുന്നു രാത്രി 10:30 എന്ന് പറയുന്നത്. ആ സമയത്ത് അമിത വേഗത്തിലായിരുന്ന വാഹനം, റിക്കവറി വാഹനം ഈ ആളുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആദ്യം 1-2 വാഹനത്തിന് ഇടിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ മതിൽ തകർത്ത് വാഹനം ഇവിടെ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അതിൽ അഖില, മാതാവായിട്ടുള്ള രോഹിണി എന്നിവർ അവിടെ തന്നെ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വന്ന് ഇടിച്ച വണ്ടിയും ഞാൻ കണ്ടില്ല. ബാക്കിലൊരു പാരം വന്ന് ഇങ്ങനെ വീഴുന്ന പോലെ ഇപ്പൊ ഞാൻ അങ്ങ് കമ്മളിന്ന് വീണുപോയി. മരിച്ചുവെന്ന് പറഞ്ഞില്ലേ, ആ കൊച്ചെന്റെ അടുത്തിരിക്കുകയായിരുന്നു. അതിന്റെ ഒരു ഞരക്കം പോലും കേൾക്കാനില്ലായിരുന്നു. ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളടക്കം നമ്മുടെ കൂടെയുണ്ട്. ക്ഷേത്രത്തിന് മുൻപ് തന്നെ നിൽക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു 10:30 മണിക്ക് ശേഷം വരുന്നത്. അപ്പൊ സൗണ്ട് കേട്ട് കുറച്ച് പേര് സ്ത്രീകളൊക്കെ അലറി വിളിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ റിക്കവറി വാൻ ഇവിടെ ഇടിച്ചു നിൽക്കുന്നതാണ് കണ്ടത്. അപ്പൊ ആദ്യം ഒരു 20 മീറ്റർ മുമ്പേ ആയിട്ട് ഒരു സ്കൂട്ടിയിൽ ഒരു പയ്യനെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ കാണുന്ന പയ്യനെയാണ്. അപ്പൊ പയ്യനെ കണ്ടപ്പോൾ തന്നെ കാലൊക്കെ 2 ഭാഗങ്ങളായി വേർപെട്ട ഒരവസ്ഥയും വിരലുകളൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ആദ്യം തന്നെ ആ പയ്യനോടൊന്ന് സംസാരിക്കാൻ നോക്കിയിട്ട് നമ്മൾ 108 ബന്ധപ്പെട്ടപ്പോഴും ഇവിടെ ആളുണ്ടെന്ന് അറിയുന്നില്ല. 108 ബന്ധപ്പെട്ടപ്പോഴത്തേക്കാണ് ഇവിടെ ആളുണ്ടെന്ന് അറിയുന്നത്. ആദ്യം ഈ ഭാഗത്തായിട്ട് ഒരു പെൺകൊച്ചിനെ കാണുകയാണ് ചെയ്തത്. കുറച്ച് ശേഷം ഈ ആന്റീന ഈ വണ്ടിക്ക് അടിയിലും കുറച്ച് പോർഷൻ വണ്ടിക്ക് അടിയിലും അല്ലാതെ കുറച്ച് ശേഷം ഇവിടെ നിന്ന് ആളുകൾ ഇവിടെ ഒരാളുണ്ട് എന്ന് പറഞ്ഞാണ് രണ്ടാമത്തെ ആളിനെ കാണുന്നത്. ഈ 2 പേരെയും നമ്മുടെ കൂടെയുള്ള ചെറുപ്പക്കാർ നമ്മളെ കൂട്ടുകാരുടെ വണ്ടിയിൽ തന്നെ ഈ 2 പേരെ എത്തിച്ചു. മറ്റേ ആ പയ്യന് ബോധം ഉണ്ടായിരുന്നു. അപ്പൊ ആ പയ്യനെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു. കാലൊക്കെ ഒരു വേർപെട്ട പോലെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അത് നമ്മൾ ആംബുലൻസ് വിളിച്ചു വരുത്തി ആംബുലൻസിൽ തന്നെ വിളിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. അമിത വേഗവും കൂടാതെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരുന്നു. പക്ഷേ ഡ്രൈവർ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് കല്ലമ്പലം പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്.